ഹലോ ഗൈസ്, ഫിറ്റ്വേ ട്രാവലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളിപ്പോൾ ഹത്തയിലുള്ള ഒരു ഉൾഗ്രാമത്തിലാണ് കേട്ടോ ഗൈസ് ഉള്ളത്. അതായത് സാധാരണ നമ്മൾ നാട്ടിലത്തെ ഈ ഈ മൈസൂര്, ഊട്ടിയിലൊക്കെ പോയവർക്കറിയാം. അതേമാതിരി തന്നെ തമിഴ്നാട് അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിലൊക്കെ പോയുള്ള ആൾക്കാർക്ക് അറിയാം കേട്ടോ. ആ ഒരു ടൈപ്പ് തരത്തിലുള്ള ഒരു ഒരു വില്ലേജ് ആണ് കേട്ടോ ഇത്. ഈ വില്ലേജിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് മലകളാൽ ചുറ്റപ്പെട്ടിട്ടുള്ള ഒരു വില്ലേജ് ആണ് കേട്ടോ ഇത്. സിറ്റി സിറ്റിന്നൊക്കെ മാറിയിട്ടുള്ള ഒരു ഏരിയയിലാണ് ഇതുള്ളത്. കഴിഞ്ഞ ദിവസം പെയ്ത മഴന്റെ ബാക്കി പത്രങ്ങളാണ് കേട്ടോ അതൊക്കെ. നമുക്ക് വെറുതെ വെള്ളത്തിൽ ഇറക്കിയിട്ട് വണ്ടി നാശാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഫുള്ള് സാധാ റോഡുകളാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള മാതിരിയുള്ള സാധാ റോഡാണ് കേട്ടോ ഈ ഒരു ഗ്രാമത്തിലേക്കുള്ളത്. അപ്പം ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പോവാം. നിങ്ങൾക്ക് നേരെ മുന്നിലേക്ക് നോക്കിയാൽ കാണാം വലിയൊരു മല, അതായത് പർവ്വതം തെളിഞ്ഞു വരുന്നു കേട്ടോ. നമ്മൾ ഏകദേശം ഒമാനിന്റെ ദുബായ്, അതായത് ഒമാനിന്റെ യുഎഇന്റെ ബോർഡർ ആയിട്ട് വരും കേട്ടോ. ഇവിടുന്ന് ഏകദേശം ഒമാനിലേക്ക് 50-60 കിലോമീറ്റർ വരുന്നുള്ളൂ എന്നാണ് കാണിക്കുന്നത്. ഏകദേശം ക്ലോസ് ക്ലോസ് എന്നൊക്കെ പറഞ്ഞാല് അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാല്. അത് കാണാൻ പറ്റുന്നുണ്ടാന്ന് വിചാരിക്കുന്നു. ഗ്രാമത്തിന് പുറത്തേക്കുള്ള ഒരു ചെറിയൊരു ടൗൺ ആണ് കേട്ടോ അത്. നാട്ടിലൊക്കെ ഉള്ള കടകളുമായുള്ള ഒരു ഏരിയ ആണ്. അതിൻ്റെ ഒരു നല്ലൊരു വിഷ്വല് കാണിച്ചു തരാം കേട്ടോ. കട്ട പാറ കേട്ടോ. സാധാരണ മല ഒന്നും പറയാൻ പറ്റില്ല, നല്ല പാറ മാതിരിയുള്ള പാറ ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഓരോ കടകളാണ്, ഫർണിച്ചറിന്റെ അതേമാതിരി എസിന്റെ അങ്ങനെയൊക്കെയുള്ള കടകളാണ് കേട്ടോ കടകളൊക്കെ ഉള്ളത്. മൊബൈൽ ഷോപ്പുകളുണ്ട്, ഫുഡ് സ്റ്റഫിന്റെ ഓരോ കടകളുണ്ട്, അതേമാതിരി തന്നെ പെർഫ്യൂമിന്റെ കടകൾ. ഗൈസ്, ഞാൻ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിന്റെ ഒരു ചെറിയൊരു ഇത് കാണിച്ചു കേട്ടോ. ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. ഏകദേശം ഇതാ ഒമാന് നമ്മളെ തൊട്ടടുത്ത് തന്നെയാണ്. ഇതാണ് ഒമാന്. പക്ഷെ നമ്മൾ കുറച്ചും കൂടി സൂം ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹത്ത
ഗൈസ് നമ്മളിപ്പോ ഏകദേശം ബോർഡറിലാട്ടുള്ളത്. അതായത് ഹത്തയിലാണെന്നുണ്ടെങ്കിലും യു എന്റെ ബോർഡർ ആണ്. ഈ ബ്ലാക്ക് മാർക്ക് ഇങ്ങനെ ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗമാണ് കേട്ടോ യു എ എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ ഈ പറഞ്ഞ ഇവിടുന്ന് ദാ ഈ ഭാഗമൊക്കെ പെടുന്നത് ഒമാന്റെതാട്ടോ. മസ്കറ്റ് ഇതാ ഇത് ഒമാന്റെ ഭാഗമാണ്. നമ്മളിപ്പോ യു എന്റെ ഏറ്റവും ഈ കാണുന്ന ഈ ബ്ലാക്ക് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ലൈനാണ് യു എന്റെ ബോർഡർ കേട്ടോ. യു എന്റെ ഏകദേശം നമുക്ക് മസ്കറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം 60-70 കിലോമീറ്ററേ വരുന്നുള്ളൂ കേട്ടോ. നമ്മളെന്തായാലും അടുത്ത പ്രാവശ്യം പകലട്ടം വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഈ കാഴ്ചകളൊക്കെ കാണിക്കുന്നതായിരിക്കും guys. ഒന്നാമത് നമ്മുടെ ഡ്യൂട്ടി എപ്പോഴും നൈറ്റിലൊക്കെ ആയതുകൊണ്ട് നമുക്ക് എപ്പോഴാണ് ഇതേമാതിരിയുള്ള ട്രിപ്പ് വരാൻ പറ്റുക എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. അപ്പം കുറെ കാലങ്ങൾക്ക് ശേഷം ഇപ്പം ഹത്തയിലേക്ക് വന്നാണ്. ഇപ്പൊ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഹത്തയിൽ വരുന്നത്. ഡ്യൂട്ടി ഇവിടെ കയറിയതിന് ശേഷം രണ്ടാമത്തെ പ്രാവശ്യമാണ്. അപ്പം പകൽ ഏതെങ്കിലും സമയത്ത് നിങ്ങളെ ഈ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മൾ നേരെ ദുബായിലേക്ക് പോവാണ്. ഇവിടുന്ന് ഒമാൻ കാണിക്കുന്നുണ്ട്. 128 എക്സിറ്റ് ആണ് ഒമാനിലേക്കുള്ളത് കേട്ടോ. ചെരിഞ്ഞൊരു റോഡാണ്. സൈഡിലൊക്കെ മലകളാണ് കേട്ടോ. അത് ഇങ്ങനെ കാണിച്ചു തരാൻ വേണ്ടി പറ്റാത്തത് നല്ല സങ്കടമുണ്ട് ഗൈസ്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. എന്റെ കണ്ണുകൊണ്ട് കാണുന്ന മാതിരി ക്യാമറയിൽ അത് പതിയുന്നില്ല കേട്ടോ. അവിടുന്ന് റൈറ്റ് കയറിയാൽ ഒമാനിലേക്കുള്ള റോഡാണ് കേട്ടോ. നേരെ ദുബായ് ഷാർജ റോഡിൽ നമ്മൾ കയറിയിരിക്കുകയാണ് ഗൈസ്. ഇനി ഇവിടുന്ന് സ്ട്രെയിറ്റ് പോകുന്നത് ദുബായിലേക്കാണ് കേട്ടോ. നമുക്ക് ഈ റോഡ് 120 റോഡ് ലിമിറ്റ്. 140 വരെ നമുക്ക് പോകാൻ വേണ്ടി പറ്റും കേട്ടോ. നമ്മളൊരു 120 ക്രൂസ് ചെയ്തിട്ടാണ് പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ലിമോസിൻ ആയതുകൊണ്ട് നമുക്ക് 120 പോകാനുള്ള അലൗഡേ ഉള്ളൂ കേട്ടോ. അത് ഒമാനിന്നൊക്കെ വരുന്നുള്ള ഒരുപാട് ട്രക്കുകളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടിയും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹത്തയിലാണ് കേട്ടോ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ഉണ്ട്. നല്ല നീല കളറ് വെള്ളമൊക്കെ ഉള്ള മനോഹരമായിട്ടുള്ളൊരു സ്പോട്ടാണ് കേട്ടോ. ഞാൻ ഇതുവരെയായിട്ടും പോയിട്ടില്ല. ഒരു പ്രാവശ്യം പോകണം എന്നൊക്കെ ഉണ്ട്. ഏതെങ്കിലും സമയത്ത് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചാൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കണം കേട്ടോ. ഈ റോഡിന്റെ രണ്ട് സൈഡിലും മലകളാണ് കേട്ടോ. സാധാരണ നമ്മളെ ഉജേറൊക്കെ പോകുന്ന സെയിം റോഡുമാതിരി തന്നെയാണ്. രണ്ട് സൈഡിലും പർവ്വതങ്ങൾ. നമ്മള് ഇതിന് ചില ആൾക്കാർ വാദി എന്നൊക്കെ കേട്ടോ പറയുക.
ഇവിടെ അറബിയിൽ വാജ് എന്നാണ് പറയാന്നാണ് എൻ്റെ ഒരു ധാരണ. ഓക്കെ, അങ്ങനെ തന്നെ ആണോ അല്ലെന്നുള്ളത് നിങ്ങൾ അറിയുന്ന ആൾക്കാർ കമന്റ് ചെയ്യൂ കേട്ടോ. ഈ റോഡ് 100 ആണ് സ്പീഡ് ലിമിറ്റ് കാണിക്കുന്നത്. ഒന്നാമത് വളഞ്ഞും തിരിഞ്ഞൊക്കെ ഉള്ള റോഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ സ്പീഡ് ലേശം കുറവാണ് കേട്ടോ. Guys, നിങ്ങൾക്ക് ഞാനൊരു സേഫ്റ്റി മെഷർമെന്റ് ആയിട്ടുള്ള ഒരു ടൂള് അല്ല ഒരു സംഭവം കാണിച്ചു കേട്ടോ. ഈ റോഡ് നേരെ കയറി പോകുന്ന ഒരു ബ്രിഡ്ജിന്റെ മുകളിൽ കയറി പോകുന്നുണ്ടോ, ചെറിയൊരു ബ്രിഡ്ജ് മാതിരി കണ്ടോ. അത് ട്രക്കുകളൊക്കെ ബ്രേക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എമർജൻസി ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു എന്താണ് ഒരു സംഭവമാണ് കേട്ടോ അത്. അതായത് നമ്മൾ ഈ ഇറക്കങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് ആക്സിഡൻസ് ഒക്കെ നമ്മൾ കാണുന്നതാണ്. ബ്രേക്ക് പോയിട്ട് പല അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അതായത് ലോഡുകളൊക്കെ ആയിട്ട് വരുന്ന പല ട്രക്കുകൾക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ ബ്രേക്ക് നഷ്ടപ്പെടുക എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലാൻഡിങ് സ്പോട്ടാണ് കേട്ടോ നമ്മൾ നേരത്തെ കണ്ടത്. ഇപ്പൊ പോകുന്ന ട്രക്കുകളൊക്കെ കണ്ടില്ല, അതൊക്കെ ഹെവി ലോഡാണ്. ഹെവി വെയിറ്റ് ലോഡായിട്ട് പോകുന്ന ട്രക്കുകളാണ്. അങ്ങനത്തെ ട്രക്കുകൾക്കൊക്കെ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നേരെ കൊണ്ടുപോയിട്ട് നേരോട് കയറ്റി കൊടുക്കുക. അതൊരു പ്രബലമായിട്ടുള്ള ഒരു സർഫസ് ആണ്. ഒരു എന്താ പറയാ, ഒരു എന്താ പറയാ, റോഡ് എന്നൊന്നും പറയാൻ വേണ്ടി പറ്റൂല. നമ്മൾ മണലും അതൊക്കെ ആയിട്ടുള്ള ഒരു പ്രത്യേകമായിട്ട് അവർ നിർമ്മിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് അതിൻ്റെ അത് വണ്ടി കയറുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി സ്ലോ ആയിട്ട് അവിടെ പതിഞ്ഞ് നിൽക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ട്രാക്കാണത്. നല്ലൊരു ഇറക്കാണ് കേട്ടോ. ഇവിടെയൊക്കെയാണ്, ഇവിടുന്നൊക്കെ എന്നാലും സേഫാണ് ഇവിടുത്തെ റോഡുകൾ. നമ്മുടെ നാട്ടിലൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ എത്രയോ സേഫാണ് കേട്ടോ. നമുക്ക് എന്തെന്നാണെന്നുണ്ടെങ്കിലും നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഇതേമാതിരി തന്നെ ഈ റോഡിന്റെ പല സ്ഥലങ്ങളും ഞാൻ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. ഈ പറഞ്ഞത് അത് അങ്ങോട്ട് നേരെ കയറ്റി പോകാനുള്ള ഒരു സാധനമാണ്. അത്ര ഒരു ചെരിവില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റോഡ് അത്ര സ്ലോപ്പ് ആയിട്ടുള്ള ഒരു റോഡല്ല. ഇപ്പൊ നമ്മൾ കാണുന്ന റോഡ് അത്യാവശ്യം നല്ല രീതിയിൽ സ്ലോപ്പാണ് കേട്ടോ. ഇതിന്റെ താഴത്തുനിന്ന് ചിലപ്പം ഇതേമാതിരിയുള്ള സംഭവങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇനി ദുബായിലേക്ക് ഓടി എത്തണമെന്നുണ്ടെങ്കിൽ 130 കിലോമീറ്ററിന്റെ അടുത്തോളം നമുക്ക് ഓടാനുണ്ട്. വണ്ടികളൊക്കെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിടുന്ന കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടികൾ ഒരുപാട് ഓടി വരുന്ന സമയത്ത് വണ്ടി ഹീറ്റായിട്ട് നിൽക്കും. അതായത് ടയറും ഹീറ്റായിരിക്കും, അതിന്റെ ബ്രേക്ക് പേഡുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഹീറ്റായിരിക്കും കേട്ടോ. അപ്പം ആ സമയത്തൊക്കെയാണ് ബ്രേക്ക് ഡാമേജ് ആവാനൊക്കെ ഉള്ള സാധ്യതകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കുറച്ച് റെസ്റ്റ് എടുത്ത് വണ്ടി ഒന്ന് കൂളാക്കിയതിന് ശേഷമാണ് പിന്നെയും യാത്ര തുടരുക കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് അവർ കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വണ്ടി ഒന്ന് കൂളാക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യം, ഒരു ഡ്രൈവിങ് ചെയ്തിട്ട് നമുക്ക് എന്താ പറയാ, നമുക്ക് ധൈര്യമായിട്ട് ഡ്രൈവ് ചെയ്യാം. ഇപ്പൊ കുറെ ഓടിയിട്ട് അവിടെ ഒരു കട്ടർ ഉണ്ടെന്നോ അല്ലെങ്കിൽ വേറൊരു ഹമ്പ് ഉണ്ടെന്നോ ഒന്നും പേടിക്കാനില്ല. നമുക്ക് അതിനനുസരിച്ചുള്ള കറക്റ്റ് ആയിട്ടുള്ള സിഗ്നൽസ് ഒരു കിലോമീറ്റർ മുന്നേ തന്നെ
നമുക്ക് കിട്ടും കേട്ടോ. എത്ര മീറ്റർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹമ്പ് വരാൻ പോകുന്നുണ്ട്, എത്ര മീറ്റർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബെൻഡ് വരാൻ പോകുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള സിഗ്നൽസ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം യു നെ സംബന്ധിച്ചിടത്തോളം റോഡുകളും ഇവരുടെ നിയമങ്ങളാണെന്നുണ്ടെങ്കിലും സിഗ്നൽസ് ആണെന്നുണ്ടെങ്കിലും എല്ലാം പെർഫെക്റ്റ് ഓക്കെയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ദുബായിൽ ആക്സിഡൻസ് കുറവുള്ളതും കുറെയൊക്കെ ശ്രദ്ധിക്കുന്നു കേട്ടോ. ശ്രദ്ധിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നോക്കണ്ട. അത്രയും സ്പീഡിൽ വരുന്ന വണ്ടി ശ്രദ്ധ വിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയും കൊണ്ട് ഇടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് ബാക്കി ഉണ്ടാവില്ല. നമുക്ക് ശ്രദ്ധയും കൂടെ വേണം. റോഡിന്റെ കാര്യത്തിൽ ഓക്കെയാണ്. നമ്മളെ ഓടിക്കുന്ന ആൾക്കാർ ആ മൈൻഡ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡ് എത്ര ഓക്കെ ആയിട്ടും കാര്യമില്ല കേട്ടോ. ട്രക്ക് സ്ട്രഗിൾ ചെയ്യുന്ന കാണാൻ വേണ്ടി സാധിക്കട്ടോ നമുക്ക്. ഹെവി ആയിട്ടുള്ള വണ്ടിയാണ് ഇത്. നമ്മള് കുറെ നേരത്തെ യാത്രക്ക് ശേഷം നമ്മള് ഷാർജ ദുബായ് റോഡ് കണ്ടുമുട്ടിയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒമാനിൽ വരുന്നുള്ള വണ്ടിക്കാരാണ് കേട്ടോ. ഒന്നാമത് ഈ പച്ചക്കറിയൊക്കെ കൊണ്ടുവരുന്ന വണ്ടിക്കാരാണ് സാധാരണ ഈ റോഡ് യൂസ് ചെയ്യുന്നത്. ഒന്നാമത് തിരക്ക് കുറവാണ്. ഡയറക്റ്റ് ആയിട്ട് നമ്മ ദുബായിലേക്ക് എത്തിക്കാനും ദുബായിലേക്കും ഷാർജയിലൊക്കെ ഈസി ആയിട്ട് എത്തിക്കാൻ പറ്റിയിട്ടുള്ള റോഡാണ് കേട്ടോ അത്. യാത്രക്കാർക്ക് വേണ്ടിയിട്ട് വണ്ടിക്കാർക്ക് വേണ്ടിയിട്ട് രണ്ട് സ്ഥലങ്ങളിലും ഹോട്ടലുകൾ, അതേമാതിരിയുള്ള വേറെ സൂപ്പർ മാർക്കറ്റ്, ഫോൺ ഷോപ്പുകൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഭാഗങ്ങളിലൊക്കെ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ആ ഷോപ്പുകളിലൊക്കെ പോകാറുണ്ടെങ്കിലും കൂടിയിട്ട് അവിടുത്തെ ആൾക്കാരൊക്കെ മാറി കേട്ടോ. രണ്ട് സൈഡിലും നമ്മൾ ആദ്യം ഫ്രോസന്റെ പരിപാടി ആയിരുന്നു നമുക്ക്. അപ്പൊ ആ സമയത്ത് നമ്മൾ ചിക്കനൊക്കെ സപ്ലൈ ചെയ്യാറുണ്ടായിരുന്നു ഈ ഏരിയയിലൊക്കെ. എല്ലാം റെസ്റ്റോറന്റുകളൊക്കെ ആണ് കേട്ടോ. ഇത് മലിഹ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ guys. ഇവിടുത്തെ ഷെയ്ഖിന്റെ മേൽനോട്ടത്തിലുള്ള ഒരു സൂ ഉണ്ട്. അതേമാതിരി തന്നെ ഒരു വണ്ടിന്റെ ഒക്കെ ഒരു മ്യൂസിയം ഉണ്ട്. ആ അബ്ബാര മ്യൂസിയം ആണ് കേട്ടോ. ഇത് കാണേണ്ട കാഴ്ച ഉള്ള ഒരു മ്യൂസിയം തന്നെയാണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഷോപ്പൊക്കെ എന്റെ കസ്റ്റമർ ആയിരുന്നു കേട്ടോ. അഞ്ചാറ് വർഷങ്ങൾക്ക് മുന്നേ റോസന്റെ വണ്ടിയായിട്ട് കറങ്ങി നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇതൊക്കെ. മദാമ്, മലിഹ, അതേമാതിരി തന്നെ ബെയ്ത്ത്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മളെ എന്താണ് ബിസിനസ് ഉണ്ടായിരുന്നു. ഒരുപാട് 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 കഷ്ടപ്പെട്ട് ഇപ്പോഴും കഷ്ടപ്പെടുന്നതാണ് guys. അങ്ങനെ ഫൈനലി ഗൈസ് നമ്മള് എമിറേറ്റ്സ് റോഡിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. നമുക്ക് റൈറ്റ് സൈഡിൽ നമ്മുടെ ഷാർജ ഗ്രാൻഡ് മോസ്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പം കാണുന്നില്ലെങ്കിലും നമ്മ ബ്രിഡ്ജിന്റെ മുകളിൽ കയറി വരുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാൻ വേണ്ടി പറ്റും തോന്നുന്നു കേട്ടോ.
ഇതാണ് ഷാർജ ഗ്രാൻഡ് മോസ്ക് കേട്ടോ. അപ്പൊ നമ്മളങ്ങനെ എമിറേറ്റ്സ് റോഡിൽ കയറിയിരിക്കുകയാണ് guys. ഇതിന് എമിറേറ്റ്സ് റോഡ് എന്നും പറയും, ട്രക്ക് റോഡ് എന്നും പറയും കേട്ടോ. അങ്ങനെ നമ്മള് അറേവിൽ എത്തിയിരിക്കുകയാണ് guys. തിരക്കൊന്നും കാണുന്നില്ല. നമുക്ക് വണ്ടി കയറാനുള്ള സ്ഥലമില്ല കേട്ടോ. അപ്പൊ നമ്മൾ തിരിച്ച് ഒന്നെങ്കിൽ സ്റ്റേജിങ്ങിലേക്ക് പോകണം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിട്ട് പാർക്ക് ചെയ്യണം കേട്ടോ. വണ്ടി ഇങ്ങനെ ചെറുങ്ങനെ മൂവ് ആവുന്നുണ്ട്. രണ്ട് മൂന്ന് വണ്ടി കയറാനുള്ള ഗ്യാപ്പ് വന്നിട്ടുണ്ട് guys. ഒന്ന് ദേര ഭാഗത്തേക്കും ഇത് ഷാർജ ഭാഗത്തേക്കുള്ള ഇതാട്ടോ എക്സിറ്റ് ആണ് കേട്ടോ. എല്ലോടി പോയിട്ടുണ്ടെങ്കിൽ ഷാർജക്ക് പോവാം. ഇത് നേരെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് വഴി പോകാൻ പറ്റിയിട്ടുള്ള റോഡാണ്. അതിലൂടെ പോവാണെന്നുണ്ടെങ്കിൽ എന്താണ് റാഷിദ് റോഡോ എന്താണ് ഷെയ്ഖ് റാഷിദ് റോഡാണ് തോന്നുന്നു. നമുക്ക് എന്തായാലും പോയിട്ട് ഒരു ചായ ഒക്കെ വാങ്ങി ചായ ഒക്കെ കുടിച്ചിട്ട് ഇനി എയർപോർട്ടിലേക്ക് കയറാമെന്ന് വിചാരിക്കുക.